ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 149-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون. ആയത്തിലെ മൊത്തം ആശയം, നിങ്ങൾ ഏതു വഴിക്ക് പുറപ്പെട്ടാലും ശരി, നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന് നേരെ നീ തിരിക്കുക. തീർച്ചയായും ഇതാകുന്നു റബ്ബിൽ നിന്നുള്ള സത്യം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അല്ലാഹു തആല അശ്രദ്ധനൊന്നുമല്ല. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. മസ്ജിദുൽ അഖ്സായിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് ഖിബില മാറ്റിക്കൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ബഹളങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കുറേ ആയത്തുകളായി പരാമർശിക്കുന്നത്. ഇതിൽ വീണ്ടും അല്ലാഹു തആല ആവർത്തിച്ചു, വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നീ ഇങ്ങോട്ട് പുറപ്പെട്ടാലും ശരി, നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന് നേരെ നീ തിരിക്കുക എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അപ്പോൾ എവിടെയാണെങ്കിലും, ലോകത്തെ ഏതു ഭാഗത്താണെങ്കിലും, എങ്ങോട്ട് തിരിയുകയാണെങ്കിലും, അവിടുന്നൊക്കെ നിസ്കരിക്കുമ്പോൾ തിരിയേണ്ടത് മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്കാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. ഇവിടെ 142 മുതൽ ഇതുവരെ പറഞ്ഞ ആയത്തുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിന് പല തവണ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞു, കഅബയിലേക്ക് തിരിയണം, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണം എന്ന് വ്യത്യസ്തമായ രൂപത്തിൽ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലി വുജൂഹക്കും ശത്റ തുടങ്ങിയ പ്രയോഗങ്ങൾ മുകളിലൊക്കെ ആവർത്തിച്ചു വന്നു. വീണ്ടും അല്ലാഹു തആല തന്നെ പറയുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ വിശദീകരണം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, അല്ലാഹു അക്ബർ മാ അഅ്ളമ ഹാദൽ ഹദസ്. ഈ സംഭവം എത്ര വലിയ ഒരു കാര്യമാണ് എന്നാണ് ഇത് അറിയിക്കുന്നത്. വലിഹാദാ അക്ദഹുല്ലാഹു ഇദ്ദത മർറാത്ത്. പല തവണയായി അള്ളാഹു ഉറപ്പിച്ച് വീണ്ടും 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 ഇത് തന്നെ പറയുന്നു. അത് ഈ സംഭവത്തിൻ്റെ അതിൻ്റെ മഹത്വത്തെയാണ്, അതിൻ്റെ വലിപ്പത്തെയാണ് അത് അറിയിക്കുന്നത്. വമിൻ ഹൈസു ഖറജത, നീ എവിടുന്ന് ഇറങ്ങിയാലും, എവിടുന്ന് പുറപ്പെട്ടാലും ശരി, ഏതു വഴിക്ക് പുറപ്പെട്ടാലും ശരി എന്നർത്ഥം. വമിൻ ഹൈസു, ഹൈസു എന്ന പദം എവിടെ വന്നാലും ഹൈസു എന്നേ വരുള്ളൂ. ഹൈസ എന്നോ ഹൈസി എന്നോ ഒന്നും ഉപയോഗിക്കില്ല. ഹൈസു എന്ന് ലൊമ്മിൽ സ്ഥാപിതമായതാണ് ആ പദം. അതുകൊണ്ടാണ് തൊട്ട് പിറകിൽ മിൻ എന്ന പദം വന്നിട്ട് പോലും മിൻ ഹൈസി എന്ന് പറയാതെ മിൻ ഹൈസു എന്ന് തന്നെ ഉപയോഗിക്കുന്നത്. അത് മബ്നിയ്യത്തുൻ അലൽ ലൊമ്മി എന്നാണ് വരിക. ലൊമ്മിന്മേൽ മബ്നിയാണ്. മബ്നിൽ അങ്ങനെ ഉറച്ച, അതിൽ ഊട്ടപ്പെട്ട പദമാണ് അത്. അതിൽ മാറുക ഇല്ല. എന്തു വന്നാലും ശരി ഹൈസു എന്ന് മാത്രമേ വരികയുള്ളൂ.
അവിടെ ഇറാബ് പറഞ്ഞാൽ ജറാണെന്ന് പറയാം, എന്നാൽ ജറിന് അടയാളം കാണുകയില്ല. അതുകൊണ്ട് മബ്നി ലമ്മി ഫീ മഹല്ലി ജർരിൻ എന്നാണ് പറയുക. ലമ്മിൽ മബ്നിയാണ്, ജറിന്റെ സ്ഥാനത്താണ് എന്ന് പറയാം. വമിൻ ഹൈസു ഖറജ്ത, ഏതു വഴിക്ക് നീ പുറപ്പെട്ടാലും ശരി. ഇവിടെ നീ പുറപ്പെട്ടാൽ എന്ന ഖിതാബ് അഭിസംബോധന ഇമ്മായക്കുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകിൽ നബിയോട്, വ ഇമ്മായക്കുൽ ലികുല്ലി മൻ യതഅത്ത ഖിതാബ്, അതല്ലെങ്കിൽ ആരോടെല്ലാം ഈ അഭിസംബോധന ആകുമോ അവരോടൊക്കെ ഉദ്ദേശിക്കപ്പെടാം. അപ്പൊ മനുഷ്യ നീ എങ്ങോട്ട് പുറപ്പെട്ടാലും എന്നർത്ഥം, നിന്റെ മുഖം നീ തിരിക്കുക. മിൻ ഹൈസു ഖറജ്ത, നീ എങ്ങോട്ട് പുറപ്പെട്ടാലും ശരി, ഫവല്ലി വജ്ഹക, അപ്പോൾ നിന്റെ മുഖത്തെ നീ തിരിക്കണം എന്നാകും അതിന്റെ ആശയം. ഫവല്ലി വജ്ഹക എന്ന് പറയാൻ ഖബ്ബിൽഹു ഇജ്അൽഹു മുസ്തഖ്ബില, ആ ഭാഗത്തേക്ക് നീ തിരിയുക എന്നർത്ഥം. ഏത് ഭാഗത്തേക്ക്? ശത്റുൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നിന്റെ മുഖത്തെ നീ തിരിക്കുക, അഥവാ നിസ്കാര സമയത്തിൽ എന്നർത്ഥം. ആയത്തിന്റെ ബാഹ്യത്വ പ്രകാരം വമിൻ ഹൈസു ഖറജ്ത, എങ്ങോട്ട് പുറപ്പെട്ടാലും അങ്ങോട്ട് തിരിയാന്നാണ്. അപ്പൊ ഏത് യാത്രയും അങ്ങോട്ടേ പറ്റുള്ളൂ എന്നാണോ? അല്ല. എങ്ങോട്ട് പുറപ്പെട്ടത് വെച്ചത് ഏത് വഴിക്ക് പോകുമ്പോഴും നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് തിരിയുക എന്നാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ ആ വഴിക്ക് മാത്രമേ പോകാവൂ എന്ന അർത്ഥത്തിലില്ല. നിസ്കാര സമയത്തിന് തിരിയുക ശത്രുൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക്. ശത്രു എന്ന് പറഞ്ഞാൽ ജിഹത്ത്, ഭാഗം എന്നർത്ഥം. മസ്ജിദുൽ ഹറാം എന്ന് വരാൻ കാരണം കഅബയുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഖുർആനും ഹദീസും പല തവണ പ്രയോഗിച്ച പ്രയോഗമാണ്. അവിടെ കഅബ എന്ന അർത്ഥത്തിൽ വസദ്ദൂഖ് ബൈൽ മസ്ജിദുൽ ഹറാം തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഖുർആനിൽ പല സ്ഥലത്തായി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് നീ തിരിയുക, ഐ ജിഹത്തുൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിയുക. അവിടെ ഹറാം എന്ന് ഉപയോഗിക്കാൻ കാരണം ലിഹ്തിറാമിഹി വ തഅളീമിഹി, ആ പള്ളി ഹുർമത്തുള്ള പള്ളിയാണ്, ഇഹ്തിറാം ഒരു ആദരവുള്ള പള്ളിയാണ്. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാം എന്ന് പേര് വന്നത്. ഐ വലിദാലിക കാന ഹാദൽ മസ്ജിദു മുഹ്തറമൻ മുഅല്ലമൻ ഹത്താ മാ ഹൗലഹു സ്വറ മുഹ്തറമ, ആ പള്ളി പവിത്രയും ആദരവുമുള്ളത് കൊണ്ടാണ്, പള്ളിക്ക് മാത്രമല്ല പള്ളിന്റെ പരിസരം പോലും ആദരവുള്ളതായി മാറി. ആ നാട് പോലും അവിടെ ബലദുൻ ആമിൻ, അവിടെ മരങ്ങൾ മുറിക്കാൻ പാടില്ല, അവിടെ വേട്ടയാടാൻ പാടില്ല തുടങ്ങിയ നിയമങ്ങളൊക്കെ വന്നത് ആ ഹുർമത്ത് കാരണമാണ്. അപ്പൊ അങ്ങോട്ട് തിരിയുക, ഏതു വഴിക്ക് പുറപ്പെട്ടാലും ശരി. ഏതു വഴിക്ക് നീ പുറപ്പെട്ടാലും, ഹത്താ ഫിൽ ബർരി ഫിൽ ബഹരി ഇദാ ഖറജ്ത ഫി അയ്യി മക്കാൻ, കരയിലൂടെയാവട്ടെ കടലിലൂടെയാകട്ടെ ഏതു വഴിക്ക് നീ പോവുകയാണെങ്കിലും ശരി, നീ തിരിയേണ്ടത് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്കാണ് എന്നാണ്. അപ്പൊ ഏത് ഭാഗത്ത്, എത്ര ദൂരെ നിന്നാവട്ടെ, ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നാവട്ടെ, അവിടെ നിന്നൊക്കെ വരുമ്പോഴും അവൻ തിരിയേണ്ടത് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക്, അഥവാ കഅബയുടെ ഭാഗത്തേക്കാണ് അവൻ തിരിയേണ്ടത് എന്നർത്ഥം. മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞാൽ തന്നെ അതിനുള്ളിലാണല്ലോ കഅബ. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാലും ശരി, അത് കഅബയിലേക്ക് തിരിച്ചിലാണ്. അപ്പൊ കഅബയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നേരെ കഅബയിലേക്ക് തിരിയുന്നു. എന്നാൽ ദൂരേക്ക് പോകും തോറും അവന് വൃത്തം കൂടി 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 വരുന്നു എന്നർത്ഥം. അതാണ് ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇവൻ തുഖാലുൽ തൗസീഇ വൻ തത്തസിഅ ദാഇറതുഹു യബ്ഉദു അൻഹു, അവനിങ്ങനെ വിദൂരത്തേക്ക് പോകും തോറും ആ വൃത്തത്തിന്റെ ആ ഒരു വ്യാസം, അതിന്റെ വൃത്തം അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. എന്നാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ശരി, ആ പള്ളിയുടെ ഭാഗത്തേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്, അൽ വാഖിഉൽ ആൻ അൽ മസ്ജിദു ഔസഉ മിനൽ കഅബ, ഇന്നത്തെ കണക്ക് പ്രകാരം നോക്കിയാൽ മസ്ജിദുൽ ഹറാം എന്നത് കഅബയേക്കാൾ എത്രയോ വിശാലമാണ്. നബിയുടെ കാലത്തിൽ പക്ഷെ അങ്ങനെ വിശാലമായ പള്ളി അവിടെ ഇല്ല. ഇന്ന് ആ കഅബയുടെ എത്രയോ ഇരട്ടി 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 വലിപ്പമുള്ള പള്ളി ചുറ്റുഭാഗത്തുമായി വന്നു കഴിഞ്ഞു. ഫഹൽ ഇദാ കാന ഇൻസാനു മിനൽ ശമാലി ഔ മിനൽ ജനൂബി ഇദാ തജദ ശിമാൽ ഖല്ലൽ കഅബ അൻ യസാരിഹി സ്വഹീഹ് അൻഹു മുത്തജി ഇലാ ജുസ്ഇൻ മിനൽ മസ്ജിദ് ലാ ജുസ്ഇൻ മിൻഹു ലാകിൻ ലം യത്തജി ഇലാ ഖൽബിൽ മസ്ജിദ് ലഅന്ന ഖൽബൽ മസ്ജിദ് ഹിയൽ കഅബ. ഏതെങ്കിലും ഭാഗത്ത് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ പറ്റൂല, കഅബ ഏത് ഭാഗത്താണോ അതിലേക്ക് തിരിച്ചു വരുന്ന രൂപത്തിലാണ് ആ തിരിയൽ വേണ്ടത്. അല്ലാതെ അതിന്റെ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ നേരെ തെക്കോട്ട് തിരിഞ്ഞു, മസ്ജിദുൽ ഹറാമിലും ഒരു മൂല അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല.
മസ്ജിദ് ഹറാമിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കുന്നതല്ല, മസ്ജിദ് ഹറാമിന് നേരെ എന്ന് പറഞ്ഞാൽ കഅബ മസ്ജിദ് ഹറാമിന് ഉള്ളിലാണ്, അതിന് നേരെ വിടുന്ന രൂപത്തിൽ അവൻ തിരിയണം എന്നാണ്. അതാണ് ശത്റുൽ മസ്ജിദ് ഹറാം, മസ്ജിദ് ഹറാമിന്റെ ഭാഗത്തേക്ക് നീ തിരിയുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക, വഇന്നഹു തീർച്ചയായും ഇത് ലൽ ഹഖ്ഖു മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാകുന്നു ഇത്. അതായത് നിന്റെ മസ്ജിദ് ഹറാമിലേക്ക് തിരിച്ചു വന്നത് സത്യമാണ്. ഇവൻ ലൽ ഹഖ്ഖുന തീർച്ചയായും, ഇന്നയും പറഞ്ഞു ഇല്ല എന്നും പറഞ്ഞു. അപ്പൊ 2 പ്രാവശ്യം ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞത് ഇത് നിശ്ചയം റബ്ബിൽ നിന്നുള്ള ഹക്കായ കാര്യം തന്നെയാകുന്നു. നബിയുടെ ഇഷ്ടപ്രകാരം നബി തങ്ങൾ മാറ്റിയതല്ല, മറ്റേതെങ്കിലും താല്പര്യത്തിൽ മാറിയതല്ല, അല്ലാഹു തആല വഹയ്യ് പ്രകാരം മാറ്റി തന്നെയാണ് ഇത് എന്ന് റബ്ബ് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു. കൂടെ ഓർമ്മപ്പെടുത്തലും വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ലാഹു തആല അശ്രദ്ധനല്ല. അഥവാ ആര് സ്വീകരിച്ചു ആര് സ്വീകരിച്ചില്ല അതൊക്കെ റബ്ബിന് നന്നായി അറിയാം എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഗഫ്ലത്തില്ല, അല്ലാഹു തആലക്ക് അശ്രദ്ധയില്ല, റബ്ബ് ഗാഫിലല്ല എന്നർത്ഥം. അവിടെ അല്ലാഹു തആല എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ അമ്മാ തഅമലൂൻ എന്നും അമ്മാ യഅമലൂൻ എന്നും ഖിറാഅത്തുള്ളതാണ്. അവർ ചെയ്യുന്നതിനെ കുറിച്ച് അശ്രദ്ധരല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അശ്രദ്ധരല്ല എന്ന് 2 രൂപത്തിൽ അവിടെ ഖിറാഅത്തുണ്ട്. അവിടെ ഏത് കാര്യം എന്ത് നടന്നാലും അതൊക്കെ അല്ലാഹു തആല എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ റബ്ബ് അറിയുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ഇതാണ് ഹക്ക്, ഈ ഹക്കിനെ സ്വീകരിക്കുക എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഒരു താക്കീത് സ്വരത്തിലൂടെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നു. അതാണ് ഈ ആയത്തിന്റെ പൊതുവായ ആശയം. അടുത്ത ആയത്തും ഇതേ ആശയം തന്നെയാണ് അല്ലാഹു തആല വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് കുറച്ച് അല്പം കൂടെ വിശദമായിക്കൊണ്ട് അല്ലാഹു തആല പരാമർശിക്കുന്നു. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സിൽ നമുക്കെടുക്കാം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.